ശ്രീപത്മനാഭൻ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, ഈ അന്വേഷണങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇപ്പോൾ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെയല്ല, നല്ല വേഗത്തിൽ തന്നെ പോകുന്നു എന്ന അഭിപ്രായമാണോ BJP-ക്കുള്ളത്? അന്വേഷണങ്ങൾ നിയമപ്രകാരം നടക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെയും നാഷണൽ ഹെറാൾഡ് കേസിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതും കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊക്കെ എഴഞ്ഞു നീങ്ങുക എന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം. അതല്ല, അന്വേഷണ ഏജൻസികൾ അവർ ഘട്ടം ഘട്ടമായി തെളിവുകൾ ശേഖരിച്ച് അവർ മുന്നേറുകയാണെന്ന് അന്വേഷണ ഏജൻസിക്കും പറയാം. അപ്പോൾ അത് വേറെ വിഷയം. ഇവിടെ നൗഷാദ് 2-3 കാര്യം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന് 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. അദ്ദേഹം പോയി. ഒന്ന്, അദ്ദേഹം വിട്ടുപോയൊരു കാര്യമുണ്ട്. 1980 തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഓർക്കണം. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ കരുണാകര കോൺഗ്രസും ജനതാ പാർട്ടിയും കൂടി സഖ്യമുണ്ടാക്കിയിട്ടാണ് മത്സരിച്ചത്. AK ആൻ്റണിയും ഇടതുമുന്നണിയും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ കരുണാകരൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും ജനതാ പാർട്ടിയും ചേർന്ന് മത്സരിച്ചതാണ്. ഓർമ്മയുണ്ടല്ലോ 80 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ 80 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് RSSും ജനസംഘവും ഒക്കെ ഉണ്ടായിരുന്ന ജനതാ പാർട്ടി, ആ ജനതാ പാർട്ടി BJP അന്ന് അവരെ കൂടി ആ ജനതാ പാർട്ടിയിലാണ്. അതിന് ശേഷമാണ് ജനതാ പാർട്ടി പിളർന്ന് ഞങ്ങൾ BJP ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കരുണാകരനും ജനതാ പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാക്കി മത്സരിക്കുമ്പോൾ അതിൽ KG മാരാറില്ലേ, O രാജഗോപാലില്ലേ? അപ്പോൾ കോൺഗ്രസ്സുകാരുടെ RSS വിരോധമൊക്കെ എവിടെ പോയി? അന്ന് AK ആൻ്റണി കോൺഗ്രസ് പിളർത്തി ഇടതുമുന്നണീൻ്റെ കൂടെ കൂടിയപ്പോൾ ഞങ്ങളെ കൂടെ കൂടാൻ, ജനതാ പാർട്ടിയുടെ കൂടെ കൂടാൻ, KG മാരോടൊപ്പം സഖ്യം നിൽക്കാൻ, O രാജഗോപാലിനൊപ്പം സഖ്യം നിൽക്കാൻ ഇവർക്കൊരു മടിയില്ലായിരുന്നു. അതുപോട്ടെ. ഇനി രണ്ടാമത് എനിക്ക് കോൺഗ്രസ്സുകാരോടൊന്ന് പറയാനുണ്ട്. ഏതായാലും ലോകത്താർക്കും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും സതീശനും കൂട്ടർക്കും ബോധ്യമായല്ലോ കേരളത്തിൽ BJPയും CPMും തമ്മിൽ എന്തോ ഒരു അന്തർധാരയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും കത്തോ മെയിലോ എന്തെങ്കിലും അയക്കണം, ഇവരെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ. കാരണം CPMന്റെ 4 ലോക്സഭാ സീറ്റുകളിൽ പിണറായി വിജയനല്ലേ പറയേണ്ടത്? രാജസ്ഥാനിൽ പിന്തുണ വേണ്ട, രാജസ്ഥാനിലെ 1 സീറ്റ്, തമിഴ്നാട്ടിലെ 2 സീറ്റ് ഈ കോൺഗ്രസിനെ പിന്തുണയിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉറച്ചു പറയേണ്ടത് പിണറായി വിജയനല്ലേ? ജയിച്ച് ലോകസഭയിലെത്തിപ്പോയി, ഇനി എന്താക്കാനാ? ജയിച്ച് ലോകസഭയിലെത്തി, പുറത്താക്ക് ഹേ UDFകാരാ. രാഹുൽ ഗാന്ധിക്ക് കത്തയക്കി, മറ്റേ മല്ലികാർജുൻ ഖാർഗെക്ക് കത്തയക്കി പുറത്താക്കാൻ. ഏതായാലും ഒരു അബദ്ധം പറ്റി, 3 എണ്ണത്തിന് ജയിപ്പിച്ചു, പോട്ടെ, ഇനിയെങ്കിലും പിടിച്ച് പുറത്താക്കുന്നു. എവിടെ? ഇപ്പോഴും മനസ്സിലാഗ്രഹമുണ്ട്. അഥവാ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു എങ്ങാൻ കേന്ദ്ര സർക്കാരിന് പിന്തുണ പിൻവലിച്ചാൽ അവരെയും കൂട്ടി, ഇവരുടെ 4 ആളെയും കൂട്ടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന മോഹം വെച്ച് നടക്കുകയാണ്. എനിക്ക് മനസ്സിലായ, താങ്കളുടെ പ്രതികരണത്തിൽ നിന്നടക്കം മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ ഇടത് സർക്കാരിനോട് വലിയ വിമർശനമില്ല, മുഖ്യമന്ത്രിയോട് വിമർശനമില്ല, ഇപ്പോൾ ADGPയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കുള്ളിലെ പടപ്പുറപ്പാടാണ് താങ്കൾക്ക് ഉന്നയിക്കാനുള്ളത്. അതേസമയം ഈ വിഷയത്തിൽ ADGPക്കെതിരെ നിങ്ങൾക്ക് വിമർശനമില്ല അല്ലേ? അല്ല, ADGP ഞാൻ പറഞ്ഞല്ലോ, ഗവർണർ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ഗവർണർ ഫോൺ ചോർത്തൽ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുന്ന അതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെഗാസസിന്റെ പേരിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയവർ ഫോൺ ചോർത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നാൽ അത് കേരളത്തിൽ അത് ഏറ്റവും വലിയ വിഷയമാക്കാൻ പോകുന്നത് ഞങ്ങളാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഈ ഇന്ത്യ മുന്നണിയെ, CPM കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിയെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൂട്ടിൽ കയറ്റി നിർത്തും. കാരണം ഒരു പാർലമെന്റ് സമ്മേളനം ഈ 2 കൂട്ടരും, കോൺഗ്രസും ജോൺ ബ്രിട്ടാസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടി ഒരുമിച്ചാണ് കുളമാക്കിയത്. ഒരു പാർലമെന്റ് സമ്മേളനം ഹോൾ വാഷ്ഡ് ഔട്ട്. ആ കൂട്ടര് ഈ ഇന്ത്യ മുന്നണിക്കാർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു മുന്നണിയിലെ 2 ഘടകകക്ഷികളാണ്, അതായത് CPMും കോൺഗ്രസും. അപ്പോൾ ഇവരിത് ചെയ്തു എന്നറിയാൻ ആ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആ അന്വേഷണം പുറത്തു വരാൻ, ഇവിടെ ഫോൺ ചോർത്തൽ നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരാൻ ഞങ്ങൾ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കും. ശരി, പെഗാസസിനെതിരെ പറഞ്ഞവർ ഇവിടെ ഫോൺ ചേർത്തുന്നതിൽ എന്താണ് നടപടി എന്നുള്ളതാണ് BJPയിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വളരെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.